ഇന്ത്യയിലെ ആദ്യത്തെ HMV വൈറസ് ബംഗളൂരുവിൽ സ്ഥിരീകരിച്ചു. ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 8 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടികൾക്കാണ് ഈ രോഗം വരിക, അതിന് സാധ്യത കൂടുതൽ എന്ന വിവരം നേരത്തെ ആരോഗ്യവകുപ്പ് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ പക്ഷേ സ്ഥിരീകരിക്കുന്നു എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് യാത്രാ പശ്ചാത്തലമില്ല എന്നുള്ളതാണ്. എവിടെ നിന്നാണ് രോഗം പിടിപെട്ടത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ വരേണ്ടതുണ്ട്. ഡൽഹി, മഹാരാഷ്ട്ര സർക്കാരുകൾ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. KB ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. ഒപ്പം അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും. ശ്രീധരനിലേക്ക് ആദ്യം. ശ്രീധരൻ, ഈ കുട്ടിക്ക് യാത്രാ പശ്ചാത്തലം ഇല്ല എന്നാണ് പ്രാഥമികമായി പുറത്തു വന്നിരിക്കുന്ന വിവരം. എങ്കിലും വലിയ ആശങ്കയോടുകൂടിയും ജാഗ്രതയോടുകൂടിയും കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. ആശങ്ക വേണ്ട എന്ന് പറയുമ്പോഴും HMV വൈറസുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ സംസ്ഥാന ആരോഗ്യവകുപ്പ്, കേരളത്തിലാണ് സംസ്ഥാന ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും അക്കാര്യത്തിൽ പ്രതികരണം നടത്തി. ദേശീയ തലത്തിൽ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പും ഇതേക്കുറിച്ചുള്ള അവബോധവും ഒക്കെ പങ്കുവയ്ക്കുന്നുമുണ്ടായിരുന്നു. ഈ കുഞ്ഞിൽ രോഗം സ്ഥിരീകരിച്ചതിനെ കുറിച്ച് ഔദ്യോഗികമായി എന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്? രതീഷ്, മാധു, ബംഗളൂരു, നോർത്ത് ബംഗളൂരുവിലുള്ള ഒരു ആശുപത്രിയിലാണ് ഈ കുട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കുട്ടിക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഏതായാലും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ്, ആ സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് HMPV വൈറസ് കുട്ടിയെ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായത്. ഉടൻ തന്നെ കർണാടക ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കുകയും ചെയ്തു. ഏതായാലും ഈ കുട്ടിയുടെ സാമ്പിളുകൾ വീണ്ടും പരിശോധിക്കാനാണ് കർണാടക ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് സർക്കാർ ലാബിൽ കൂടി പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപ് കർണാടക ആരോഗ്യവകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഹർഷ ഗുപ്തയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. ഏതായാലും കൂടുതൽ ഒന്നുകൂടി കൺഫേം ചെയ്യുന്നതിന് വേണ്ടി പരിശോധന നടത്തുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ വിവരം ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട്. നേരത്തെ മാധു സൂചിപ്പിച്ച പോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ കുട്ടിക്ക് യാത്രാ പശ്ചാത്തലം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വൈറസ് എവിടെ നിന്ന് കുട്ടിക്ക് ബാധിച്ചു എന്നുള്ളത് അറിയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇത് കൂടുതൽ പടരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടിയുടെ പശ്ചാത്തലം പരിശോധിക്കുന്നത്. ഈ അടുത്ത് ഈ കുട്ടി എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്ന്, കുട്ടിയും കൊണ്ട് മാതാപിതാക്കൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കും. തുടർന്നാണ് ഈ രോഗത്തിന്റെ പ്രഭവ സ്ഥാനം കണ്ടെത്താനാവൂ. ഏതായാലും വിദേശ യാത്രാ പശ്ചാത്തലം ഈ കുട്ടിക്കില്ല. പ്രത്യേകിച്ച് ചൈനയിൽ നിന്നാണ് ഈ രോഗത്തിന്റെ വ്യാപനം ഉണ്ടായിരിക്കുന്നതെന്നാണ് നിലവിൽ ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പ്.